ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 6:45 ആവാൻ പോവാണ്. ചാത്തമംഗലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ചാത്തമംഗലം ഹിൽസ് എന്ന് പറയുന്ന ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. അത് ജസ്റ്റ് ഒരു ഹിൽ ഏരിയ ആണ്. ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അവിടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞാൻ മാത്രമല്ല, ഹൃദ്യ അവിടെ ബസ് സ്റ്റോപ്പിന് അവിടെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹൃദ്യനും പിക്ക് ആയിട്ട് നമുക്ക് നേരെ വിടാം. ഓക്കെ, മെയിൻലി ട്രെക്കിംഗ് ആണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, പോടാ. അതാ അമ്മ നടക്കാൻ പോയതാ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഹൃദ്യ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹൃദ്യയും പിക്ക് ചെയ്തിട്ട് നേരെ ആലക്കോടേക്ക് വിടാം കേട്ടോ. ആലക്കോട് ആ ഭാഗത്താണ് ചാത്തമംഗലം ഹിൽസ് വരുന്നത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഓക്കെ, ഹലോ, പോവാ. വണ്ടിയുടെ ഇവിടെ വെച്ചോ, ലോക്ക് ചെയ്തോട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തളിപ്പറമ്പ് വഴി നേരെ കരുവഞ്ചാൽ, ആലക്കോട്, പിന്നെ ഉദയഗിരി വഴി നമ്മുടെ ഈ സ്പോട്ടിലേക്ക് എത്തുന്നതായിരിക്കും, ചാത്തമംഗലത്തിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ 2 റൂട്ടുണ്ട്. ഒന്ന് ശ്രീകണ്ഠാപുരം വഴിയും പോവാം, പിന്നെ ഒന്ന് നമ്മുടെ ഇത് വഴിയും പോവാം, തളിപ്പറമ്പ് വഴിയും പോവാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MRA റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ തളിപ്പറമ്പ് എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലാണ്, കണ്ണൂരിൽ നിന്ന് പോകുന്ന വഴിക്ക്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്നൊക്കെ നോക്കാം. നമ്മളങ്ങനെ പൂത്തപ്പവും പുട്ട്, ചിക്കൻ കറി, പുട്ട് പറഞ്ഞേ. അപ്പോ കഴിക്കാലോ. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? മുട്ട കഴിച്ചോ?
അപ്പോൾ നമ്മൾ ചാത്തമംഗലം എത്തിയിട്ടുണ്ട്. വണ്ടിയോടെ പാർക്ക് ചെയ്ത്. അപ്പോൾ ഇതാണ് വഴി കേട്ടോ. അപ്പം വണ്ടി എടുത്തിട്ട് പോകുന്നവർക്ക് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ട്രെക്ക് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. താഴെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പ്ലീസ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ താഴത്തു തന്നെ. ബാക്കി വ്യൂ നമുക്ക് മുകളിൽ പോയി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സമയം 10 മണിയായി കേട്ടോ. നമ്മൾ 7 മണിക്കാണ് നാട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ശരിക്കും 1.5 മണിക്കൂർ റൈഡുള്ളൂ. നമ്മൾ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയത് കൊണ്ട് ടോട്ടൽ 3 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പിന്നെ ഏകദേശം 2 കിലോമീറ്ററാണ് ഈ ട്രെക്ക് വരുന്നത്. 1.8 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അഡ്വഞ്ചർ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബൈക്ക് കയറ്റാം കേട്ടോ. എന്താ സാറിനാ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് 1.5 കിലോമീറ്റർ ബാക്കി. Yes, you can. Yes. Yes. Come on.
ഗൈസ് അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ചാത്തമംഗലം ഹിൽസിലെത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പം സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. കുറച്ച് വെയിലുണ്ട്. അപ്പം വരുന്ന ആൾക്കാർ ഒന്നുകിൽ ഏർലി മോർണിംഗ് വരണം, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണി അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം അടിപൊളിയായി ഇവിടുന്ന് എൻജോയ് ഒക്കെ ചെയ്ത് സുഖമായിട്ട് തിരിച്ചു പോകാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ തിരിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങാൻ മീൻസ് താഴത്തെ എവിടെയെങ്കിലും തണലുണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ. ട്രെക്കിങ് വലിയ കടുപ്പമുള്ള ടഫ് ട്രെക്കിംഗ് ഒന്നുമല്ല, ഈസിയാണ്. ഒരു 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പിന്നെ നമ്മൾ പൈതൽ മലയുടെ ഒരു ട്രെക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്ര നടക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ സിമ്പിളാണ്. പിന്നെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വരുമ്പം വെയിലില്ലാത്ത സമയത്ത് വരാൻ നോക്കുക, വൈകിട്ട് വരാൻ നോക്കുക, അല്ലെങ്കിൽ രാവിലെ പുലർച്ചെ വരാൻ നോക്കുക. ആകുമ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ, രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വെയിൽ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റും. വൈകിട്ടാണെങ്കിൽ അതേപോലെ തന്നെ 4 മണി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മണി, അതായത് ഇരുടാവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇരുടായി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ്. കാരണം ഇതേപോലത്തെ അപ്പുറത്തും ഇപ്പുറത്തും കാടാണ്. അപ്പോൾ വല്ല പാമ്പോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ വരിക. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് 2-2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും കേട്ടോ. 1.5 മണിക്കൂർ മതി. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ടായി നമ്മൾ വരുന്ന സമയത്ത്. മുകളിലെത്തിയപ്പോഴേക്കും വെയിലായി. പിന്നെ അധികം മരങ്ങളൊന്നുമില്ല കേട്ടോ ഈ തണൽ പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇറ്റ് വാസ് ഫൺ. വെയിലിങ്ങനെ ഇടയ്ക്ക് പോവുകയും ചെയ്യും, ഇടയ്ക്ക് നല്ല വെയിലും വരും. അപ്പോൾ വെയിൽ പോകുന്ന സമയത്ത് കുറച്ച് നല്ല സുഖമാണ് കേട്ടോ, തണുപ്പ്. ഇതൊക്കെ ആകെയുള്ളൊരു മരമാണ്. സൂര്യനാണ് കൊച്ചിയിൽ. നമ്മൾ വന്നത് അവിടെ നിന്നാണ് കേട്ടോ ഗൈസ്. നമ്മളതിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് പകുതി എത്തിയിട്ടുണ്ട്.
ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളങ്ങനെ താഴെ എത്തി കേട്ടോ. താഴെ നമ്മൾ കയറുമ്പോൾ കണ്ട കടയാണ് അവിടെ. നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് വിടാം. രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇതങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട വഴി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. ഇനി 45 കിലോമീറ്റേഴ്സോളം പോകാനുണ്ട് കേട്ടോ കണ്ണൂരേക്ക്. നമ്മളെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ അടിപൊളി ട്രെക്കായിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ മെയിൻലി പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.